ஒரு முறை என் பிழை மறந்து நீ வந்திடு உனை பிரிந்து என்கிறேன் வந்திடு. That one line everybody can resonate with. ஒரு முறை just ஒரு முறை. ஒரு முறை என் பிழை மறந்து நீ வந்திடு உனை ഇപ്പോഴും കഴിഞ്ഞില്ല എന്റെ പാത്രം മോറല്. അത് കഴിഞ്ഞിട്ട് വേണം മുറ്റടിച്ചു തരാൻ അകടിച്ചു തരാനൊക്കെ. മനസ്സന്മാര് വന്നത്തെ വിചാരിച്ചില്ലേ മുറ്റുമില്ല അകുമില്ല ഒന്ന് അടിച്ചു തരണം. എനിക്കാണെങ്കിൽ കാലോണ്ട് വെച്ചാൽ ഞാൻ അടിച്ചു തരൂല. ഇതൊക്കെ കഴിയാനായി ഇത് കൂടി പോകണം സമാധാനമില്ല. ഒരു പണി എടുത്താൽ അടുത്ത പണിയെടുത്ത മനസ്സിന് മതിയായി. അപ്പൊ ഞാൻ അതിട്ടൊക്കെ കാട്ടുക പഠിച്ചാൽ മതി. ഇതെന്താ കിട്ടാത്തത്? സൈറ്റ് ഫുള്ള് ജാമാണുമ്മ. ഇത് വേറെ എന്തെങ്കിലും നോക്കേ നോക്കട്ടെ. ഏതായാലും കിട്ടിമ്മ. അവിടെ ഫുള്ള് എപ്ലസ് ഉണ്ട്. ഞാൻ പക്കൊക്കെ തിരിച്ചറിയട്ടെ. വരുമ്പോ കുറച്ച് മധുരൊക്കെ കൊണ്ടുവരാന്. കൊറേ മിഠായി കൊണ്ടുവരാൻ പറയണ്ടമ്മ. കുറച്ച് ലഡുക്കെ വാങ്ങാം. കുറച്ച് വെള്ളം എടുത്താ. അല്ല മോൾക്ക് നല്ല മാർക്കൊക്കെ ഇല്ലേ? അവളെ നല്ലൊരു കോഴ്സിൽ ചേർക്കണ്ടേ? അവർക്ക് നല്ല മാർക്കുണ്ടല്ലോ. എവിടെയെങ്കിലും നല്ല കോളേജിൽ ചേർത്താം. ആയിക്കോട്ടെ. അവളെ ബിഫാമിൽ ചേർക്കാൻ ഞാൻ വിചാരിക്കുന്നു. എന്താ എന്റെ അഭിപ്രായം? അതിന് നല്ല പൈസ ആവില്ലേ? പൈസ എത്ര ആയാലും എന്താ നല്ലൊരു ജോലി കിട്ടൂല അവർക്ക്. 14 മോള് പഠിച്ചിട്ട് ലക്ഷങ്ങളായി പറഞ്ഞത്. ലക്ഷങ്ങളായിക്കോട്ടെ, നല്ലൊരു ജോലി ഇല്ല ഇപ്പൊ അവൾക്ക്. അവള് സ്വന്തമായിട്ട് കുടുംബം നോക്കണില്ലേ? കൃത്യമായി പണിയാണ്. എന്താച്ചാ നമുക്ക് ചെയ്യാം, അതൊക്കെ ചെയ്യാം. എന്റെ തീരുമാനം അതാണ്. ഞാൻ അതിന് മാറി തീരുമാനിക്കുന്നില്ല. ആ തീരുമാനത്തിൽ മുന്നോട്ട് പോവാം. ചോദിക്കണ്ടേ? ഓളോട് ചോദിക്കാനൊന്നുമില്ല. അതിന്റെ തീരുമാനം അവിടെ തീരുമാനം. ഇതൊന്നും പൊയ്ക്കോടുന്നേ അത്ര ഉള്ളൂ. എല്ലാ എത്ര ഇവിടെ ബിഫാമിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ല. ബിഫാമിൽ ചേർത്താനാണ് എനിക്ക് ബിഫാമിന് ഇഷ്ടമില്ല. ഉമ്മാക്ക് അറിഞ്ഞല്ലേ ബിഫാമെ നല്ലൊരു കോളേജ് ഞാൻ കണ്ടെത്തി വെച്ചിരുന്നു. കാര്യമില്ല. എനിക്ക് ഇഷ്ടം ഫാഷൻ ഡിസൈനിങ് പഠിച്ചാൽ. എന്റെ ഫ്രണ്ട്സ് ഒക്കെ വേറെ കോളേജ് ജോയിൻ ചെയ്തു. അതിനാണ് ബിഫാമിൽ പോയാൽ മതി. അതാണ് ഞാൻ തീരുമാനിച്ചിരുന്നു. എനിക്ക് ബിഫാമിന് ഇഷ്ടമില്ല. ഉപ്പാക്ക് അറിഞ്ഞല്ലേ. പിന്നെ എന്തിനാ എന്നെ വെറുതെ നിർബന്ധിക്കാക്കണേ? ഞാൻ ഫാഷൻ ഡിസൈനിങ്ങിന് പോകുന്നുണ്ടോ? അതിപ്പോ അന്വേഷിച്ചപ്പോ നല്ല കോഴ്സ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ മറ്റുള്ളവർക്ക് ചേർന്നില്ലേ? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകും. എന്നോട് പറ്റൂല. ഞാൻ പാട്ടാ പറ്റില്ല. ഞങ്ങൾ എല്ലാവരും അടിപൊളിയാണ്. ഇന്നത്തെ ഫസ്റ്റ് പീരീഡ് എന്റെ അറിയിച്ച മിസ്സിന്റെ ക്ലാസ്സാണ്. എനിക്ക് ഒരു താല്പര്യമില്ല അതിന്റെ ക്ലാസ്സിൽ ഇരിക്കാൻ. മിസ് എടുക്കണോ ഒന്നും മനസ്സിലാവില്ല. പിന്നെ എന്റെ ആകെ ഒരു ആശ്വാസം എന്താ വെച്ചാല് ഇജുണ്ടാകും അവിടെ പുക അടിച്ച് അങ്ങനെ കുത്തർക്കണം. അതാ പിന്നെ. പക്ഷെ നിങ്ങൾക്കൊക്കെ തോന്നാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നിട്ട് തോന്നാണ് അതൊക്കെ. അത് ശരിയാണ്. എനിക്ക് അതിന് താല്പര്യം ഉണ്ടായിട്ടൊന്നും വന്നതല്ലേ ഇതിന്. പോരിട്ടോ ഈ നേരം വകണ്ട പനി കേൾക്കേണ്ടി വരും. ക്ലാസ് ഫുള്ള് അലമ്പാക്കാനായിട്ട് രാവിലെ തന്നെ ഓരോന്നും കെട്ടിയെടുക്കും. എന്തിനു വരാടോ താനൊക്കെ? വെറുതെ ചണക്കണ വർത്താനം പറയാൻ വേണ്ടി മാത്രം രാവിലെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നല്ലോ ഓരോന്നിനെ. പഠിക്കാനാണെന്നുള്ളൊരു ബോധം പോലും ഇല്ല. എഴുതൂല, വായിക്കൂല, ക്ലാസ്സിൽ ശ്രദ്ധിക്കൂല. എന്തിനു വരാടോ? പിന്നെ നിങ്ങളെ റെക്കോർഡ് സ്റ്റാഫിൽ വെച്ചിട്ടുണ്ടോ? ഈവനിങ് ആകുമ്പോൾ അതെടുത്ത് പോയിക്കൊണ്ടിട്ടാ. ഓക്കെ മിസ്. ഇതാരുടെ റെക്കോർഡാണോ? ഇതിലൊക്കെ എന്താ എഴുതി വെച്ചിട്ട്? തനിക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ളതാണോ റെക്കോർഡ്? ഇങ്ങനെയൊക്കെയാണോ റെക്കോർഡ് ചെയ്തത്? താങ്കളുടെ ക്ലാസ് കുട്ടികൾ റെക്കോർഡൊക്കെ കണ്ടുകണോ? എന്തിനാണോ വരുന്നത്? എഴുതൂല്ല. റെക്കോർഡെങ്കിലും എഴുതാൻ മര്യാദക്ക് എഴുതിക്കൂടെ? അതുമില്ല. ഇതിലൊക്കെ എന്താ എഴുതി വെച്ചിരിക്കണത്? ഇത് ആരെയും നോക്കിയാൽ തിരിയോ? ഒക്കെ തോന്നിയ പോലെ അവനാൻ ഇഷ്ടത്തിന് കാട്ടിക്കൂട്ടുവരോന്നെ. സോറി മിസ്, ഞങ്ങൾ ശരിയാക്കിയോളാം.
അടുത്ത സെക്കൻഡ് സാറ്റർഡേ ക്ലാസ് ഇല്ല, ഇവിടെ വന്നിട്ട് സബ്മിറ്റ് ചെയ്തിട്ട് എല്ലാരും ക്ലാസ് അടുത്ത ക്ലാസ്സിൽ കയറിയാൽ മതി. ക്ലാസ്സൊക്കെ ഇനി റെക്കോർഡ് വെച്ചിട്ട് എനിക്ക് കുറെ ദിവസം നിൽക്കാൻ കഴിയൂല. നിങ്ങൾക്ക് തോന്നിയ പോലെ ഇതിനായിട്ട് ഞാൻ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല. ഇനി അടുത്തൊരു ഓപ്ഷൻ ഒന്നും ഇല്ല. പിന്നെ റെക്കോർഡൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ശരി, അത് ക്ലാസ് പോയിക്കോളൂ. ഇതെന്താ ബേജാറായി മണ്ടണേ? അതെന്താ റിസൾട്ട് കഴിഞ്ഞ ദിവസേനെ ഞാൻ നോക്കിക്കൂടെ? ഞാൻ തൊട്ടുകളൊന്ന നന്നായി ഇപ്പൊ വന്നാ ഇത് മതിയാവുന്നു. ഇവിടെ കച്ചറ ഉണ്ടാവാനേ. ഞാൻ എത്ര കാട്ടുക പനോട് തന്നെ പറഞ്ഞാളെ. തോറ്റിട്ട് വന്നിട്ടാ അവള് എത്ര ലക്ഷം കൊടുത്തിട്ട് അവള് പഠിപ്പിച്ചത്. അന്ന് ഞങ്ങളോട് അവൾ പറഞ്ഞല്ലേ അവൾക്ക് ബിഫാം വേണ്ട ഫാഷൻ ഡിസൈനിങ് പറഞ്ഞേക്കാണെന്ന്. എന്ത് വേണ്ട, എത്ര പോലെ കുട്ടികളെ ഇത് ഇങ്ങനെ പഠിച്ച് പാസ്സായി ജോലി നേടുന്ന അറിയില്ലേ? പഠിച്ചാൽ ഞാൻ പോയി. എന്ത് സമയം ഞാൻ അവളെ കെട്ടിക്കാൻ പോകണേ. ഞാൻ അതാണ് ഇങ്ങനെ തീരുമാനം. അതേ പഠിച്ചതോ. ഓൾ കുറെ പുതിയ ചെലവിന് ഓളെ ഇഷ്ടത്തിന് പഠിപ്പിച്ചാല് അവളെ ഇഷ്ടത്തിന് എന്തിനാശം പോയിക്കോട്ടെ. ഫാഷൻ ഡിസൈനിങ് അല്ല അവർക്ക് താല്പര്യം. അതിന് പറ്റിയൊരു കോളേജ് നോക്കാം അവൾക്ക്. അവളെ ചങ്ങാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഞാൻ അവളോടൊന്ന് അന്വേഷിക്കാം. ഇன்று நான் கேட்கிறேன் നമ്മുടെ മോളല്ലടോ വലുത്.